അടുത്തതായിട്ട് നമ്മളൊരു സ്പെഷ്യൽ പെർഫോമൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാർ ഒരു മിനിറ്റ് വന്നോളൂ ഇങ്ങോട്ട് വന്നോ. ലൈറ്റ് ഒന്നും സാരല്ല, കുഴപ്പമില്ല. ടേക്ക് അല്ല, താൻ വന്നോ. അയ്യേ ഇതെന്താടോ, കാര്യം എന്താ? എന്റെ ഡ്രൈവറാണ് സുനിൽ, കണ്ടിട്ടില്ല? സുനിൽ അല്ലേ? എന്താ പ്രശ്നം? എന്താ തേങ്ങ വീഴുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തേങ്ങ വീണോണ്ട് എന്താ പ്രശ്നം? തെങ്ങ് കയറ്റക്കാർക്ക് എന്താ ചാർജ് എന്നറിയോ? എങ്ങനെയെങ്കിലും തേങ്ങ ഒന്ന് തന്നെത്താൻ വീണ് കിട്ടാൻ നമ്മൾ നോക്കിയിരിക്കാം. തേങ്ങ വീണെന്താ കുഴപ്പം? അപ്പൊ ഹാപ്പിയാണോ? തേങ്ങ താഴെ വിടാം, നമ്മൾ ഹാപ്പി അല്ലേ? എന്താ കുഴപ്പം? തെങ്ങ് അതിന്റെ ഇഷ്ടത്തിന് തേങ്ങ ഇടണോ, നമുക്കെന്താ? ഹാപ്പിയാണോ എന്ന് അറിഞ്ഞാൽ മതി. ആ കുഴപ്പമില്ല. എന്താ കാറിന്റെ മേലോട്ടാ വീണേ, ഫ്രണ്ട് ഗ്ലാസ് പോയി. എന്റെ പുതിയ വണ്ടിയാ, രജിസ്റ്റേർഡ് നമ്പർ പ്ലേറ്റ് പോലും വെച്ചിട്ട്. താൻ എന്ത് പണിയാ കാണിക്കുന്നത്? തന്നോടല്ല ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ കൊണ്ടുപോയി വണ്ടി ഇടാൻ. ആ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിട്ടത്, അതല്ലേ ഫ്രണ്ട് ഗ്ലാസ്സിൽ തന്നെ തേങ്ങ വന്ന് വീണത്. എന്റെ വണ്ടി എന്നിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? അത് ഉല്ലാസ്, അതെ മാഡം പറയാറുള്ള ആ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെയൊക്കെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് വണ്ടിയിലിരിക്കുമ്പോഴേ. വിടുവായൻ ഉല്ലാസ്, എന്ത് വിടുവായൻ ഉല്ലാസ് മാഡം പറയാറുള്ള ആളല്ലേ? എടോ അത് ഉല്ലാസ് പന്തളം ആണ്. പക്ഷെ നമ്മള് കാറിലിരുന്ന് സംസാരിക്കുമ്പോ അങ്ങനല്ല, വിടുവായൻ ഉല്ലാസത്തല്ലേ മാഡം എപ്പോഴും പറയുന്നത്. ഉല്ലാസിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നു തോന്നുന്നുണ്ടോ? ഇവിടെ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങളിവിടെ കയറി വന്നിട്ട് വെറുതെ ചളക്കാ വിളിക്കാൻ എന്റെ സംസാരം കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മോശമായി പോട്ടോ. നമ്മള് ഒരുമിച്ച് ഞാൻ അങ്ങനെ പറയൂല്ല ചേട്ടാ, ഞാൻ അങ്ങനെ പറയൂന്നില്ല. അങ്ങനെ വിചാരിച്ചിരുന്നു, ഇപ്പോഴല്ലേ മനസ്സിലായത്. 4-5 മണിക്കൂർ മാഡത്തിന്റെ കൂടെ യാത്ര ചെയ്യണതാ ഈ പരിപാടിയും കഴിഞ്ഞിട്ട്. എന്തൊക്കെയാ കേൾക്കണേന്ന് അറിയാവോ? ഞാൻ മനസ്സിലായി. തന്റെ തലയിലാണോ തേങ്ങ വീണത്? വിടുവായൻ ഉല്ലാസ് മാഡം പറഞ്ഞല്ലോ. അല്ല അശ്വതി, അപ്പൊ ഉല്ലാസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഓക്കെയാണ്. കുറച്ചങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല നെൽസേട്ടാ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നെൽസൺ അതെ മാഡം പറയാറുള്ള ഞാൻ പറയാറുള്ള ആളല്ല, ഞാൻ പറയാറില്ല. ഞാൻ നെൽസനെ കുറിച്ച് ഒന്നും പറയാറില്ല. തോൽവി നെൽസൺ. അല്ല ഞാൻ അശ്വതി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എന്താ ഇവിടെ തോൽവിത്തരം കാണിക്കുന്നത്? എന്താണ് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ മാഡം എന്തായാലും നല്ല കോമഡി പറയുമ്പോ നെൽസൺ ഓ എന്റെ നെൽസൺ, നമ്മൾ ഒരു ദിവസം എന്തോ ഒരു തമാശ പറയണം. അപ്പൊ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നവരല്ലേ, നമ്മളെ പറ്റി അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ വേറൊരു സ്വഭാവമാണ്. അല്ല ഞാൻ നിന്നെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. ഞാൻ ചേട്ടൻ നിങ്ങൾ വിശ്വസിക്കും, ഞാൻ അങ്ങനെ നമുക്കൊരു കാര്യം, ഞാൻ താനെ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ, വണ്ടി എടുത്ത് നമുക്ക് തോൽവി എടോ വണ്ടി ആ തെങ്ങിന്റെ ചോട്ടിന്ന് എടുത്ത് മാറ്റിട്ടോ വേറെ തെങ്ങിന്റെ ചോട്ടി. പിന്നെ തെങ്ങ് താമല മാവിന്റെ ചോട്ടി കൊണ്ടിട. ഇല്ല, ഇത് മണ്ടയില്ലാത്ത തേങ്ങ, കുഴപ്പമില്ല. ഏതെങ്കിലും അമ്പലത്തിൽ പോണം കേട്ടോ. എന്താ അമ്പലത്തിൽ? ഏതെങ്കിലും അമ്പലത്തിൽ പോയി തെങ്ങിന്റെ ചോട്ടിന്ന് മാറ്റിട്ട് വേറെ എവിടെ ഇട്ടത് വണ്ടി? അല്ലല്ല, അയാൾ സംസാരിക്കട്ടെ. അയാൾ ഇപ്പൊ പൊക്കോളൂ, ഇപ്പൊ വെളിയിലുണ്ടല്ലോ. ഒരു സെക്കൻഡ്, വെളിയിൽ ചായയും പരിപ്പോടെയും കൊടുക്കുന്നുണ്ട്. പൊയ്ക്കോ എന്നാ. ഏതൊരു അമ്പലത്തിൽ പോയി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. എന്താ കാര്യം? എന്താണ്? ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് മാഡം ഒരു അമ്പലത്തിൽ നിർത്തി, പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു. ഞങ്ങളുടെ വീടിനടുത്താ കൊല്ലത്ത്. നിർത്തിയിട്ട് പ്രാർത്ഥിച്ചു, ഉല്ലാസിന്റെ തല പൊട്ടി തെറിച്ച് പോണേ നേർച്ച നേർന്നിട്ടാ പറഞ്ഞു. അതുകൊണ്ട് സൂക്ഷിച്ചു. ഉഗ്രശാപം. എന്തേലും തമാശക്ക് എന്തേലും കളിയാക്കി പറയുന്നു, പക്ഷെ ഇതുപോലെയാണ് തല പൊട്ടി തെറിച്ചു. എന്റെ തല ഉല്ലാസേട്ടാ, നിങ്ങൾക്ക് ആലോചിച്ചു ഏതെങ്കിലും അമ്പലത്തിൽ നേർച്ചിട്ടു പറഞ്ഞ തല പൊട്ടി തെറിക്കുവോ? അല്ല എന്നാലും പറയുന്നല്ലോ, പ്രാർത്ഥിക്കാം അല്ലേ? പൊട്ടിത്തെറിക്കത്തില്ലെന്നേ ഉള്ളൂ അല്ലേ? മസ്തിഷ്കത്തില് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഇയാൾക്ക് പ്രാന്താ. അല്ലെങ്കിൽ പിന്നെ അയാൾ അങ്ങനെ പറയത്തില്ലല്ലോ. ഇങ്ങനെ ഒന്നും അല്ല, എന്തൊക്കെയാ പറയണെന്നറിയാം. ഇന്നത്തോടെ പണി നിർത്തിക്കും. അല്ല, ഒരു പാട്ട് പാടിക്കും. എന്താണ് നെൽസൺ ചേട്ടാ? ഒരു പാട്ട് പാടിക്കും. ഒരു പാട്ട് നല്ലോണം പാടും. താൻ പാടിയ പറഞ്ഞ ഉടനെ പാടാണ്ടിരിക്കണോ? ആണോ? പാടും. ഒരു അപേക്ഷയാണ്. അല്ല, ഇയാള് എന്തായാലും നമ്മളെ ഒരാളുടെ മനസ്സിലിരിപ്പ് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നെ. അപ്പൊ ആ ഒരു നന്ദി കൊണ്ട് ഞാൻ പാട്ട് പാടുന്നത്. ചന്ദനവളയിട്ട കൈകൊണ്ടു നീ മണി ചെമ്പകപ്പൂക്കളമെഴുതുമ്പോ, ചന്ദനവളയിട്ട കൈകൊണ്ടു നീ മണി ചെമ്പകപ്പൂക്കളമെഴുതുമ്പോ,
പിറകിലൂടന്നു ഞാൻ മിണ്ടാതെ വന്നെത്തി മഷി എഴുതാത്ത നിൻമിഴികൾ പൊത്തി പിറകിലൂടന്നു ഞാൻ മിണ്ടാതെ വന്നെത്തി മഷി എഴുതാത്ത നിൻമിഴികൾ പൊത്തി മഷി എഴുതാത്ത നിൻമിഴികൾ പൊത്തി. നന്നായി നന്നായി, അടിപൊളി അടിപൊളി, നന്നായിട്ട് പാടി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഭംഗിയായിട്ട് പാടുന്ന ഈ നെൽസനെ കുറിച്ചാണോ? അവൻ്റെ പാട്ട് ഇഷ്ടമല്ല, അവൻ ഇൻട്രോയ്ക്ക് വന്ന് കയറി കഴിഞ്ഞാൽ അവൻ എപ്പോഴും രഹസ്യമായിട്ട് പറയും ഒരു പാട്ട് പാട്ട്. അവൻ പാടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി എന്ന് പറയും. നിങ്ങൾ എന്ത് മനോഹരമായി പാടുന്നു, നമിച്ചിരിക്കുന്നു കേട്ടോ. എടോ തലയിൽ തേങ്ങ വീണവനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ദൈവം, തല പൊട്ടിപ്പോവും, നാക്ക് പുഴുത്തു പോവും, കണ്ണ് പൊട്ടി ഉറപ്പായിട്ട് പോവും കള്ളം പറഞ്ഞ. ഇതുപോലെ അപ്പൊ എപ്പോഴും കൂടെ നടക്കുന്നവനെ ഇങ്ങനെ പറയുന്നു. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയും. നമ്മുടെ കാര്യം അവൻ ജീവൻ രക്ഷിച്ചു നടക്കുന്നവനാണ്. അവനെയാണ് പറയുന്നത് അവന്റെ കണ്ണ് പൊട്ടിപ്പോകും, തല പുഴുത്തു പുഴുത്ത് ചാവുമെന്ന്. അതെ, എന്നാലും അശ്വതി ഇങ്ങനെ പറഞ്ഞത് മോശമായി. ശരിയായില്ല, ഒട്ടും ശരിയായില്ല. പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഇപ്പോഴാണ് അശ്വതിയുടെ മനസ്സിലിരിപ്പ് ഞങ്ങൾക്ക് മനസ്സിലായത്. നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും. ഇങ്ങനെയൊക്കെയുള്ള മനസ്സിലിപ്പാണെങ്കിൽ അശ്വതി ഈ പരിപാടിക്ക് വേണ്ട എന്ന് നീ വിചാരിക്കണ്ട, എന്ന് ഞങ്ങൾ പറയുന്നത് നീ വിചാരിക്കണ്ട കേട്ടോ. അതാണ് സ്നേഹം. വായി തോന്നുന്നില്ല വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംശയിക്കണം. എത്ര വർഷത്തെ പരിചയം അറിയാവുന്നവരാണ്. നീ അതിനൊക്കെ കുത്തിച്ചിരിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവനെ ഇപ്പോഴേ പറഞ്ഞു വിട്ടാ പറഞ്ഞു വിട്ടു, താക്കോലാടോ, അവന്റെ ജോലി പറഞ്ഞു വിട്ടു. താക്കോലുതാ ഞാൻ എടുത്തിട്ടോളാം വണ്ടി. വേണ്ട, ഞാൻ എനിക്ക് എടുത്തിടാൻ അറിയാലോ. ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് താടോ എന്റെ വണ്ടി. പോ ചെല്ല്. എന്നാ എനിക്ക് ഇയാടെ വണ്ടി വേണ്ട. അല്ലേ തരുന്നില്ല, ഇയാടെ വണ്ടി വേണ്ട. എനിക്ക് തന്നെ ഓടിച്ചു പോകാനറിയാം. പറഞ്ഞു വിട്ടാരെ ഞാൻ പോയി. എനിക്ക് ഇയാടെ വണ്ടി എനിക്ക് ഓടിക്കണം. ഇങ്ങോട്ട് കയറി വരുന്നത്. ഇനി മുതൽ ഞാൻ ഉല്ലാസിയേട്ടന്റെ വണ്ടി ഓടിച്ചാലോ? എന്നിട്ട് വേണം എന്നെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ. അതിലെ എല്ലാം പൊളിഞ്ഞു. ഞാൻ ഇനി എന്തോ ചെയ്യും?